കുടുംബശ്രീയിൽ നിന്ന് 134 കരാർ ജീവനക്കാരെ ശമ്പളം പോലും നൽകാതെ പിരിച്ചുവിട്ടു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കാണ് ജോലി നഷ്ടമായത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയമിച്ച ജീവനക്കാർ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 40 വയസ്സിനും മുകളിൽ പ്രായമുള്ള സ്ത്രീകളാണ് പിരിച്ചുവിട്ടവരിൽ ഏറെയും. ഞങ്ങൾ കുടുംബശ്രീയിൽ ദേശീയ നഗര ഉപജീവന മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയിൽ 134 പേരെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. ഓരോ വർഷവും നമ്മൾ പുതുക്കിയിട്ടാണ് പോവാറുള്ളത്. മാർച്ചിൽ അവസാനം ഞങ്ങൾ പുതുക്കി ഏപ്രിലിൽ പുതിയ അഗ്രിമെൻറ്റോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുക. ഞാൻ 10 വർഷമായിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ 15-20 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഈ തുടർച്ചയായിട്ട് ഒരു SASRY എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ നിന്ന് NLM എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത 22 വർഷമായിട്ട് ജോലി ചെയ്യുന്ന 3 പേര് ഞങ്ങളെ കൂടെ തന്നെ ഇപ്പം ഉണ്ട്. ജൂൺ മാസത്തിൽ സാലറി കിട്ടിയിട്ടില്ല. എവിടെ ചോദിക്കണമെന്നോ എന്ത് ചോദിക്കണമെന്നോ ഞങ്ങൾക്കൊന്നും അറിയില്ല. 30-40 ഇടയ്ക്കുള്ളവർ കുറവാണ്. പക്ഷേ കൂടുതൽ 50 വയസ്സിന് മുകളിലുള്ളവരാണ് ഉള്ളത്. ഈ 12 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വന്ന ആളുകളും ഇതിലുണ്ട്, നിലവിലുണ്ട്. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, ഈ നിയമനത്തിന്റെ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും കാലപരിധിയോ മറ്റോ ഉണ്ടായിരുന്നോ? പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് ഉള്ള മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും എന്താണ് ഇവർ ഉന്നയിക്കുന്ന പരാതി? മാധു, കരാർ ജീവനക്കാരാണ്. സ്വാഭാവികമായിട്ട് ഓരോ വർഷം കരാർ പുതുക്കി പോകുന്നതാണ്. സർക്കാർ മാറുന്ന സമയത്ത് ഇത്തരത്തിൽ കരാർ ജീവനക്കാരെ മാറ്റുന്നത് പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഈ 134 സ്ത്രീകളെന്ന് പറയുന്നത് അവർ കുടുംബശ്രീയുടെ നട്ടെല്ലാണ്. അതായത് കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിക്കുന്നത് മുതൽ അവർക്ക് പരിശീലനം നൽകുന്നത് മുതൽ അതിൻ്റെ എല്ലാ ഏകോപനം നടത്തുന്നത് ഇവരായിരുന്നു. ഈ 134 പേരായിരുന്നു. അതിൽ പല രാഷ്ട്രത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു 134 പേരിൽ. അതാണ് 10 വർഷവും 15 വർഷം 20 വർഷമായിട്ട് ജോലി ചെയ്യുന്ന പല ആളുകളും ഈ 134 പേരിലുണ്ട്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും VS സർക്കാരിൻ്റെ കാലത്തും കഴിഞ്ഞ 10 വർഷത്തിൽ പിണറായി സർക്കാരിൻ്റെ കാലത്തൊക്കെ തന്നെ നിയമിച്ച ആളുകളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇപ്പോൾ VD സതീശൻ സർക്കാർ വന്ന ഘട്ടത്തിൽ പൂർണ്ണമായും 134 പേരെയും പിരിച്ചുവിട്ടിരിക്കുന്നു. അതായത് പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിലാണ് പറയുന്നത് നാളെ മുതൽ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ ജോലി ചെയ്തതിൻ്റെ ശമ്പളം വരെ ഇതുവരെ അവർക്ക് നൽകിയിട്ടില്ല എന്നൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നു. അത് മാത്രമല്ല, ഇതിൽ ഭൂരിഭാഗം ആളുകളും 50 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകളാണ്. അവർക്കിനി മറ്റ് ജോലികൾ ലഭിക്കില്ല. അതിലേറെ ആളുകളുടെ പ്രധാന കുടുംബ വരുമാന മാർഗം കൂടിയായിരുന്നു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ജോലി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ നോട്ടീസ് പീരീഡോ നൽകിയിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നുവെന്നാണ് ഈ 134 പേരിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത്. ഏതായാലും KM ഷാജി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ഇവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസത്തെ സാലറി എന്ന് നൽകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. മാധു, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുന്നു. ശമ്പളം പോലും നൽകിയില്ല, മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്ന പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്.